ഞാൻ 52 വയസ്സ് കഴിയുമ്പോൾ ശബരിമലയിൽ പോകാൻ ആറ്റുനൂറ്റിരുന്നതാണ്. അന്നേരമാണ് 2018 പെണ്ണുങ്ങളെയും വിളിച്ചുകൊണ്ട് പോയത്. സത്യം പറയാലോ സാറേ, ഞാൻ TV വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഓടി നടക്കുകയായിരുന്നു. എൻ്റെ ആ മോഹം പൊലിഞ്ഞു. പോണമെന്നുള്ള മോഹം പൊലിഞ്ഞു. ഇനി എന്തിനു പോണേ? മനസ്സിൽ ആ ഒരു വിഗ്രഹം തകർന്നു പോയി. അത് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കോൺഗ്രസ് പറയും കമ്മ്യൂണിസ്റ്റ് ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പറയും കോൺഗ്രസ് ചെയ്തെന്ന്. ഇപ്പൊ ഭക്തരായ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം, സത്യം പറയാലോ, ഭക്തരായ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. ഞങ്ങളുടെ ഓരോ വീട്ടമ്മമാര്, നമ്മള് നാമജപ യാത്രയ്ക്ക് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ BJP ആണോ നോക്കിയല്ല പോയത്. ഞങ്ങൾ എല്ലാ കുടുംബങ്ങളിൽ നിന്നും നാമജപ ഘോഷയാത്രയ്ക്ക് പോയി. എൻ്റെ കോൺഗ്രസിന്റെ മെമ്പർ ചോദിച്ചു, എന്തിനാ സരസ്വതി നീ പോണേ, നിനക്ക് വേറെ പണിയില്ലേന്ന്. അന്ന് ഞാൻ കോൺഗ്രസിൽ നിന്ന് പുറത്തായി. സത്യം പറയാലോ സാറേ. അല്ല, ആ ഒരു സംസാരം നമ്മുടെ ആചാരം സംരക്ഷിക്കാൻ അവര് നമ്മുടെ കൂടെ ഇല്ല എന്നൊരു തോന്നൽ അന്ന് വന്നു. സത്യം പറയാലോ. അതുപോലെ സാർ ഒരു കാര്യം, പത്മകുമാർ പേര് പുറത്തു വിട്ടാൽ കുറെ പേര് കുടുങ്ങും. അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അപ്പോ കുറെ പേര് കുടുങ്ങും. അതുകൊണ്ടാണ് ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്. സത്യമായിട്ടും അത് തന്നെയാണ്.